വണ്ടിപ്പെരിയാറിന് സമീപം വാളാടിയിൽ ലയത്തിന് മേൽ മരം കടപുഴകി വീണു. ലയങ്ങളിൽ താമസിച്ചിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. 2 ഓട്ടോറിക്ഷകൾ പൂർണ്ണമായും തകർന്നു. അപകടാവസ്ഥയിലുള്ള മരം മുറിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടിട്ടും എസ്റ്റേറ്റ് മാനേജ്മെന്റ് തയ്യാറായിട്ടില്ലെന്ന് പരാതി ഉയരുന്നുണ്ട്. വിശദാംശങ്ങളുമായി ജെറിൻ ചേർന്നു. ജെറിൻ, എന്താണ് നിലവിലെ അവസ്ഥ? ഇന്ന് പുലർച്ചെയാണ് വണ്ടിപ്പെരിയാർ വാളാടിയിലുള്ള HML എസ്റ്റേറ്റ് ലയത്തിലേക്ക് ഈ വലിയ മരം വീണത്. 6ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 2 കുടുംബങ്ങളിൽ താമസിക്കുന്ന വീടിന് മുകളിലേക്കാണ് ഈ മരങ്ങൾ വന്ന് വീഴുകയും പൂർണ്ണമായിട്ട് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പൂർണ്ണമായിട്ട് ഈ ലയങ്ങൾ തകർന്നൊരു കാഴ്ചയാണുള്ളത്. ലയങ്ങളുടെ ഏതാണ്ട് മുൻഭാഗത്തെ 2 ലയങ്ങൾ പൂർണ്ണമായി തന്നെ തകർന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ 2 വാഹനങ്ങൾ, 2 ഓട്ടോറിക്ഷകളാണ്. വാഹനങ്ങൾ പൂർണ്ണമായും തകർന്ന നിലയിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും ഇന്ന് പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ ഈ വീടിനുള്ളിൽ താമസിച്ചിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ വീടിന്റെ പിൻഭാഗത്തോടെ വലിയ ശബ്ദം കേട്ട് മരം വീണ് ഉണ്ടായപ്പോൾ തന്നെ ഈ വീടിന്റെ പിൻഭാഗത്തുള്ള വഴി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കഴിയുകയായിരുന്നു. പിൻഭാഗത്തെ വഴി ഇവർ ഓടി രക്ഷപ്പെട്ടതോടുകൂടിയാണ് വലിയ ദുരന്തം ഇവിടുന്ന് മാറിപ്പോകുന്നത്. ഈ എസ്റ്റേറ്റ് ലയങ്ങൾ, അതായത് ഈ ലയത്തിന് സമീപമുള്ള വലിയ മരങ്ങൾ മുറിക്കണമെന്ന് നിരന്തരമായിട്ട് ഇവർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റിനോടുണ്ടായിരുന്നത്. എന്നാൽ ആ സ്റ്റേറ്റ് മാനേജ്മെന്റ് ഇതിനെതിരെ ഒരു വലിയ നടപടികൾ ഈ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ള വലിയ പ്രതിഷേധം ഇവർ ഇപ്പോഴും പറയുന്നുണ്ട്. ഏതായാലും എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ ലയങ്ങളിലൊക്കെ പുനർനിർമ്മിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തി വരുന്നതെന്നാണ് ഇപ്പോൾ നമുക്കറിയുന്നത്. നിലവിൽ ഷീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ ലയങ്ങൾ പുനർനിർമ്മിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം, ഈ ലയങ്ങൾക്ക് ചുറ്റും ഇപ്പോഴും വലിയ മരങ്ങൾ നിരവധിയായിട്ട് തന്നെ നിൽക്കുന്നു. ഈ കഴിഞ്ഞ 2 വർഷം മുൻപ് ഇതേ സ്ഥലത്ത് തന്നെ വലിയ മരം വീണ് ഒരു അപകടം ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യം ഉണ്ടായപ്പോൾ പോലും ഇവർ എസ്റ്റേറ്റ് മാനേജ്മെന്റ് അടുത്ത് വലിയ ദുരന്തം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇവർ പറഞ്ഞിരുന്നു. എങ്കിൽ പോലും ഈ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള സാഹചര്യം എസ്റ്റേറ്റ് മാനേജ്മെന്റ് കാഴ്ചിരുന്നില്ല. ഇപ്പോൾ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ചേച്ചിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് ഇന്നലെ വൈകിട്ട് സംഭവിച്ചെന്താണ്? ഒരു 3-3:30 ആകുമ്പോൾ ഭയങ്കര ഒരു സൗണ്ട് കേട്ടിട്ട് വെളിയിൽ വന്ന് பார்த்தപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ ഇടിഞ്ച് മരം മൊത്തം ഇങ്ങനെ ഫ്രണ്ട് റൂമിൽ കിടந்துச்சு. മൊത്തം ഇരുട്ടായിരുന്നതിനാல என்ன செய்யறதுன்னு தெரியல. പിന്നെ ഇവിടുത്തെ അടുത്തുള്ളവർക്കൊക്കെ എങ്ങോട്ട് എങ്ങനെ വന്ന് വെളിയിൽ വന്ന് பார்க்கணும் போல எங்களுக்கு தெரியல. പിന്നെ அந்த சைடு കൂടി ചുറ്റിയ വന്ന് பார்த்தപ്പോൾ ഇങ്ങനെ അവിടെ ഉള്ള മരം ഇങ്ങനെ മൊത്തം മറിഞ്ഞ് കിടക്കുது. ഇവിടെ അവിടെ 2 പേര്, ഇവിടെ 3 പേര്. പുള്ളി എസ്റ്റേറ്റിലെ പണിക്ക് പോയി നൈറ്റ് ഷിഫ്റ്റ്. അത് കുട്ടികളൊക്കെ ഇരുന്നതാ. നേരത്തെ പറഞ്ഞതാ. ഇവിടെ പുറകിലും 2-3 മരമുണ്ട്. അത് നേരത്തെ പറഞ്ഞതാ. അവരോട് പറയാൻ സമയത്തൊക്കെ അവർ പറയും ചെയ്തു തരാനിട്ട്. പിന്നെ അത് അപ്പോൾ അങ്ങനെ പോകും. പിന്നെ നേരത്തെ 2 വർഷத்துக்கு മുമ്പായിട്ട് അതിലിരുന്ന് ഒരു വലിയ മരം വീഴുന്നപ്പോൾ ഇതുപോലെ ഈ ലൈൻസ് അതുന്നത്. അതും പിന്നെ ഇങ്ങനെ ചെറിയ പണിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒപ്പിച്ച് കൊടുത്ത്. ഭയങ്കര ബുദ്ധിമുട്ടാ. ഭയങ്കര ചോർച്ചയും ഒരു ഇതില്ലാതെ അവിടെയൊക്കെ കണ്ടാൽ അറിയാവർക്കും കഥകൊക്കെ അങ്ങനെ പോയി കിടക്കുന്നത്. ഇതൊക്കെ അവരോട് പറഞ്ഞാൽ അവരൊന്നും ചെയ്തൊന്നും തരത്തില്ല. പറയും ചെയ്തു തരാമെന്ന് പറയും. ചെയ്യത്തില്ലെന്ന് അങ്ങനെയൊന്നും പറയത്തില്ല. ചെയ്തു തരാം, ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാം അങ്ങനെയൊക്കെ പറയും. പിന്നെ അവർ പുറകിൽ നമ്മൾ നടക്കണം. ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ ഒരു പ്രതികരണമാണ് ലയത്തിൽ താമസിക്കുന്ന നമ്മളോട് നൽകുന്നത്. ശക്തമായ കാറ്റിൽ വലിയൊരു ഭീതിയിൽ തന്നെയാണ് ഇവർ ഇപ്പോൾ വലിയൊരു ഭീതിയിലും ആശങ്കയിലുമാണ് കഴിയുന്നത്. തീർച്ചയായിട്ടും ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെട്ട് കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇവർ ഇപ്പോഴും പറയുന്നത്. വണ്ടിപ്പെരിയാറ്റിൽ നിന്നും ജെറിൻ പടിഞ്ഞാറക്കര, ഇടുക്കി വിഷൻ ന്യൂസ്.